ഇന്നത്തെ എപ്പിസോഡിൽ വാസ്തവത്തിൽ സിബിനെ ലാലേട്ടൻ അങ്ങ് ഇല്ലാണ്ടാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യർ ഇവിടെ നിന്ന് പോകണമെന്ന് സിബിൻ പലയാവർത്തി അവരുടെ ഇന്നർ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വാക്കിൽ തന്നെയാണ് ലാലേട്ടൻ കയറി പിടിച്ചത്. ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യർ ആരാണ്? സിബിൻ ക്വാളിറ്റിയുള്ള മനുഷ്യനാണോ? എന്താണ് അവിടെ ഇരിക്കുന്ന വീട്ടുകാരുടെ അഭിപ്രായം? ഇയാൾ ക്വാളിറ്റിയുള്ള മനുഷ്യനാണോ? അപ്സരയെ കൊണ്ട് ഒന്ന് രണ്ട് വാക്കു പറയിപ്പിച്ചതിനു ശേഷം സിബിനിലേക്ക് തന്നെ ലാലേട്ടൻ മടങ്ങി വരികയാണ്. സിബിൻ, നിങ്ങൾ ക്വാളിറ്റിയുള്ള മനുഷ്യനാണോ? സിബിൻ പറയുന്നു, ലാലേട്ട, എന്റെ ക്വാളിറ്റി അളക്കേണ്ടത് ഞാനല്ല. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ വളരെ മോശമായ ചില പ്രവർത്തികൾ അവിടെ ഇരുന്ന് കാണിച്ചു. അത് ക്വാളിറ്റി ഉള്ളതാണോ? ഉടനെ സിബിൻ പറയുന്നു, അല്ല. അപ്പോൾ ലാലേട്ടൻ വീണ്ടും, അങ്ങനെയാണെങ്കിൽ ജഡ്ജ്മെന്റ് കറക്റ്റ് ആണോ? ലാലേട്ടൻ പിന്നെയും ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നു ദേഷ്യം വന്നു, നിങ്ങളുടെ ദേഷ്യം വന്നപ്പോൾ കൺട്രോൾ പോയപ്പോൾ നിങ്ങൾ ഇടിച്ചതാണ് എന്നുള്ളത്. പക്ഷേ ഇത് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കാണിക്കുമോ? അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ? സിബിൻ ഉടനെ പറഞ്ഞു, അല്ല. അങ്ങനെയാണെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ പറഞ്ഞു വിടണമെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? അതൊരു മോശമായ കാര്യമാണ് സിബിൻ. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം നന്നാകണം, അതിനുശേഷം വേണം നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ. നിങ്ങളോട് ആരോടും എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. എടാ, എടി, പോടാ, സാത്താനെ, പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? ഇവിടെ വന്നിട്ട് ഈ ഷോ മുഴുവൻ കണ്ടു മനസ്സിലാക്കി അരച്ച് കലക്കി കുടിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അകത്തോട്ട് പോയത്? അവിടെ ചെന്നൊരു നിസ്സാര വിഷയം വന്നപ്പോൾ നിങ്ങളുടെ മനസ്സ് പതറുന്നു. നിങ്ങൾ കളിക്കാൻ വേണ്ടിയല്ലേ അവിടെ പോയത്? ആരെയും നിങ്ങൾ സംസാരിക്കുവാൻ സമ്മതിക്കുന്നില്ല. എന്ത് സംസാരിച്ചാലും അതിന്റെ മുകളിൽ നിങ്ങൾ കയറി സംസാരിക്കുന്നു. ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്താണ് അവിടെ കാണിക്കുന്നതെന്ന്. ലാലേട്ടൻ വീണ്ടും സംസാരിച്ച് മുൻപോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു വെളിപ്പാടുണ്ടാകണം. നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ പലതരത്തിലുള്ള പ്രൊവോക്കേഷനുകൾ ഉണ്ടാകും. ആ സമയത്തെല്ലാം നിങ്ങൾ ചിന്തിക്കണം, ഇതൊരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പ്രവർത്തികളും എല്ലാം ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം കൺട്രോൾഡാക്കി മുൻപോട്ട് പോകണമെന്ന് വീണ്ടും സിബിനോട് ലാലേട്ടൻ ചോദിക്കുകയാണ്. സിബിൻ ആരോടാണ് ഇത് കാണിച്ചത്? അപ്പോൾ സിബിൻ പറയുന്നു, ഞാൻ ആരോടുമായിട്ടല്ല ലാലേട്ട കാണിച്ചത്. അപ്പോൾ വീണ്ടും അടുത്ത ചോദ്യം, പിന്നെ എന്തിനാണ് നിങ്ങൾ പോയി സോറി പറഞ്ഞത്? ഞാൻ ആരോടുമായിട്ട് കാണിച്ചതല്ല എന്ന് നിങ്ങൾ പറയണമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും സോറി പറഞ്ഞു? നിങ്ങൾ വലിയ ധൈര്യമുള്ള ആളല്ലേ. അങ്ങനെയെങ്കിൽ കൃത്യമായി എന്തുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല? അപ്പോൾ സിബിൻ വീണ്ടും പറയുകയാണ്, സർ, ഞാൻ ജാസ്മിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജാസ്മിനുമായിട്ട് വഴക്കുണ്ടാക്കിയിരുന്നു. അതിന്റെ ഫ്രസ്ട്രേഷൻ ഞാൻ ശോഭയിൽ ഇടിച്ചങ്ങ് തീർത്തതാണ്. ആ സമയത്ത് ഇത് കണ്ടുകൊണ്ട് ജാസ്മിൻ അവിടെ ഇരുന്നുകൊണ്ട് അയ്യോ മാസ്, ഷോഫ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ നിന്ന് പോയി. അറിയാതെ സംഭവിച്ചു പോയതാണ് ലാലേട്ട. അതിന് മറുപടിയായിട്ട് ലാലേട്ടൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ ഷോഫ്, മാസ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ എത്രയോ പ്രാവശ്യം അവിടെ കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ വലിയ വാക്കുകളല്ലേ അവിടെ കേൾക്കാറുള്ളത്. അപ്പൊ പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സിബിൻ പറയുന്നു, ലാലേട്ട, ഞാൻ പ്രൊവോക്ഡ് ആയിപ്പോയി. വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്, സമ്മതിക്കുന്നു. ഉടൻ തന്നെ ലാലേട്ടൻ പറയുകയാണ്, ഇപ്പോഴും നിങ്ങൾ പ്രൊവോക്ഡ് ആകുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരിക്ക്, നിങ്ങളെ പ്രൊവോക്ക് ആക്കിച്ചു തരാം. തുടർന്ന് ജാസ്മിനോട് ലാലേട്ടൻ പറയുകയാണ്, ജാസ്മിൻ, നിങ്ങൾ അയാളുടെ സോറി അക്സെപ്റ്റ് ചെയ്തത് വലിയ കാര്യം. തുടർന്ന് സിബിനുള്ള ശിക്ഷ ലാലേട്ടൻ പ്രഖ്യാപിക്കുകയാണ്. സിബിൻ ഡയറക്റ്റ് അടുത്ത ആഴ്ച നോമിനേഷനിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ പവർ ടീമിൽ നിന്നും സിബിൻ വെളിയിൽ പോയിരിക്കുന്നു. കാരണം ഇങ്ങനത്തെ ആൾക്കാരെ എങ്ങനെയാണ് പവർ ടീമിൽ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുക? ഇത് ഞാനോ ബിഗ് ബോസോ മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ കമന്റുകൾ കൂടിയാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. കാരണം ഞാൻ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളെ കൂടിയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഒന്ന് പറയണം. അതുകൊണ്ട് നമ്മൾ സ്ത്രീകളോടുള്ള പെരുമാറ്റ രീതി, സംസാരം ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ആംഗ്യം കാണിക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, പക്ഷെ അത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. എന്തായാലും വന്നു കയറിയ ആ നിമിഷം മുതൽ അടിച്ച് കസറി മാസായി മാറിക്കൊണ്ടിരുന്ന സിബിൻ ഈ ഒരൊറ്റ പ്രവൃത്തിയുടെ പേരിൽ മാനസികമായി തകർന്നിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള വിചാരണയും ശിക്ഷാ നടപടിയും. തൊട്ടു പിന്നാലെ പവർ ടീമിൽ നിന്നും പുറത്തിറങ്ങിക്കൂ എന്ന് ബിഗ് ബോസിന്റെ അന്ത്യശാസനവും വന്നു. സിബിൻ അതുകൂടി കേട്ടപ്പോൾ ആകെപ്പാടെ തകർന്നുപോയി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? നാളെയല്ലേ പവർ ടീമിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്? ഇപ്പോൾ തന്നെ പുറത്തിറങ്ങുവാൻ പറയുന്നു. ഞാൻ മാനസികമായി തകർന്നിരിക്കുന്നു, എൻ്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയിരിക്കുന്നു എന്ന് വളരെ ഇമോഷണലായിട്ട് സിബിൻ സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ എടുത്ത് ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിക്കുന്നുണ്ടായിരുന്നു. സിബിൻ കാട്ടിയ ഈ പ്രവൃത്തിയും സിബിനോട് ബിഗ് ബോസ് കാട്ടിയ ശിക്ഷാ നടപടിയും സത്യമായും ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ചെവിക്കുന്നുള്ളേണ്ട കാര്യം തന്നെയാണ്. എല്ലാ ആൾക്കാർക്കും ഒരു കടിഞ്ഞാണ് ബിഗ് ബോസ് ഇട്ടിരിക്കുകയാണ്. കൈവിട്ട കളികൾ കളിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കഠിനമായ ശിക്ഷാ നടപടികളായിരിക്കും വരുവാൻ സാധ്യതയുള്ളത് എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് എല്ലാ മത്സരാർത്ഥികൾക്കും ഈ വിഷയത്തിൽ കൂടി ബിഗ് ബോസ് നൽകുകയാണ്. എന്തായാലും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ഒരു ജയാളിയെ പോലെ പവർ റൂമിനുള്ളിലേക്ക് കയറിപ്പോയ സിബിൻ ഇപ്പോൾ തല താഴ്ത്തി പവർ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നു. എങ്ങനെ അയാൾ ഇതിനെ ഓവർകം ചെയ്യും? ഏത് രീതിയിലുള്ള ഗെയിമായിരിക്കും ഇനി അവിടെ നടക്കുവാൻ പോവുക? ആരൊക്കെയായിരിക്കും ഇനിയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പോവുക? ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പോൾ ഇന്ന് പല വീഡിയോ ദൃശ്യങ്ങളിലൂടെ പലരെയും ബിഗ് ബോസ് പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. സിബിനെ മാത്രമല്ല, സിബിന്റെ അരികിൽ ഇരുന്നുകൊണ്ട് ഉപദേശം സ്വീകരിക്കുകയും തിരിച്ചങ്ങോട്ട് പ്രതികരിക്കുകയും ചെയ്ത എല്ലാ ആൾക്കാരുടെയും വീഡിയോ ദൃശ്യങ്ങൾ കൃത്യമായി ബിഗ് ബോസ് പുറത്തുവിട്ടു. അതുകൊണ്ട് തന്നെ സംഘം ചേരലുകളും അനധികൃതമായിട്ടുള്ള ചർച്ചകൾക്കും എല്ലാം ഒരു കടിഞ്ഞാണ് വീഴുവാൻ, അല്ല ഭയമുണ്ടാകുവാനും സാധ്യതയുണ്ട്. കാത്തിരുന്ന് കാണാം നമുക്ക്.